Good morning, children. Now we are studying our 11th chapter, Transport and Communication. Okay, so we have already completed roadways and railways. We road transport and rail transport complete chedu. Appo next waterways. Okay, Jalagadavadam. Water transport, Jalavada. Waterways. The waterways are the oldest means of transport in the world. Indian waterways are very ancient. Our ancestors had made trade relations with other countries through water transport. The Ganga and the Brahmaputra are the major inland waterways of our country. The lagoons of Kerala are also used for navigation. So waterways are the oldest means of transport in the world. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് അങ്ങനെ പറഞ്ഞാൽ വളരെ പണ്ട് കാലം തൊട്ടേ ആൾക്കാർ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടിനായി ജലഗതാഗതം വാട്ടർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഇപ്പൊ തോണികളായാലും സെയിലിംഗ് യോട്ട്സ് പായക്കപ്പലുകൾ അല്ലെങ്കിൽ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ ഷിപ്സ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷിപ്സ് പണ്ട് കാലത്ത് ഇല്ലെങ്കിലും ജനങ്ങൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ ട്രാൻസ്പോർട്ട് അതായത് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പലതരം ഷിപ്സ് ആയാലും പായക്കപ്പലായാലും ഒക്കെ അവര് യൂസ് ചെയ്ത് ട്രേഡ്സും അതായത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വ്യവസായങ്ങളും ഒക്കെ നടത്തിയിരുന്നു. Okay, our ancestors had made trade relations with other countries through water transport. മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മളുടെ പൂർവികര് പണ്ട് കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ മറ്റു രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻസ് വ്യാവസായ ബന്ധങ്ങൾ വാണിജ്യങ്ങളൊക്കെ പരസ്പരം നടത്തിയിട്ടുണ്ടായിരുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടിൽ കൂടിയാണ്. The Ganga and the Brahmaputra are the major inland waterways of our country. അപ്പൊ നമ്മളുടെ നാട്ടിൽ നമ്മളുടെ രാജ്യത്തെ ഉൾനാടൻ വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് ഏതൊക്കെ മെയിൻ ആയിട്ടുള്ള രണ്ട് മേജർ ആയിട്ടുള്ള റിവേഴ്സ് ആണ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. Okay, the lagoons of Kerala are also used for navigation. അതുപോലെ കേരളത്തിലെ കായലുകളും എന്തിനു യൂസ് ചെയ്യുന്നുണ്ട് ജലഗതാഗതത്തിന് വാട്ടർ ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്നുണ്ട്. Waterways have also seen a great development in the last few decades. Modern ships have all facilities with electronic devices and are found safe to travel over the seas. Sea routes connect the major ports within the country and also the ports of various countries. So, എല്ലാ ട്രാൻസ്പോർട്ട് ഇപ്പോൾ റോഡ്വേസിലായാലും റെയിൽവേസിലായാലും ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടിൽ മൊത്തത്തിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്ടർവേസിലായാലും ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഷിപ്സിൽ എന്ന് പറഞ്ഞാല് മോഡേൺ ഷിപ്സ് ആണ്. അപ്പൊ അതിൽ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇലക്ട്രോണിക് ഡിവൈസസും അതുപോലെ സേഫ്റ്റി മെഷേഴ്സും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഷിപ്സ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വാട്ടർ ട്രാൻസ്പോർട്ടും എന്താ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് തന്നെയാണ്. അതുപോലെ ഓരോ രാജ്യത്തിനായാലും അല്ലെങ്കിൽ നമ്മളുടെ കൺട്രിയിൽ തന്നെ മെയിൻ പോർട്സ് തുറമുഖങ്ങളൊക്കെ ഉണ്ട്. Okay, this helps in import and export of large consignments. അതുപോലെ കൺസൈൻമെന്റ്സ് പറഞ്ഞ ചരക്കുകള് കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. പോർട്സും ഒക്കെ എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും സിറ്റീസിലും ഒരു രാജ്യത്താണെങ്കിൽ മേജർ സിറ്റീസിലൊക്കെ പോർട്സ് ഉണ്ട് അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സാധനങ്ങള് കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. വേൾഡ് ട്രേഡ് ഹാസ് നൗ ബിക്കം വെരി പോപ്പുലർ ആൻഡ് എസെൻഷ്യൽ. അപ്പോ ലോകത്തെ മൊത്തം ട്രേഡ് ഒക്കെ വാണിജ്യങ്ങളൊക്കെ ഈ വാട്ടർവേസിൽ കൂടി കൂടുതൽ നടക്കുന്നുണ്ട്. ഓക്കെ, കണ്ടെയ്നർ ഷിപ്സ് ആൻഡ് ഓയിൽ ടാങ്കേഴ്സ് carry cargo while passenger ships carry people to various parts of the world. അപ്പോൾ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്സിനെ നമ്മൾ പാസഞ്ചർ ഷിപ്സ് എന്ന് പറയും. അതുപോലെ കാർഗോ സാധനങ്ങൾ കയറ്റി അയക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഷിപ്സിനെ നമ്മൾ കണ്ടെയ്നർ ഷിപ്സ് അല്ലെങ്കിൽ ഓയിൽ ടാങ്കേഴ്സ്. ഇത് രണ്ടുമാണ് എന്ത് കാർഗോ കൊണ്ടുപോകുന്നത്. ഓക്കെ, കണ്ടെയ്നർ ഷിപ്സ് ആൻഡ് ഓയിൽ ടാങ്കേഴ്സ്. പിന്നെ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഷിപ്സ് ആണെങ്കിൽ അതിനെ പാസഞ്ചർ ഷിപ്സ് എന്ന് പറയും. പോർട്സ് ആർ സിറ്റീസ് വിത്ത് ഹാർബർ വേർ ഷിപ്സ് ആർ ആങ്കേർഡ് ടു ലോഡ് ആൻഡ് അൺലോഡ്
goods. Okay. അപ്പോൾ പോർട്സ് ആർ സിറ്റീസ് വിത്ത് ഹാർബർ. അപ്പോൾ തുറമുഖങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഷിപ്സിന് കപ്പലുകൾക്ക് നങ്കൂരം ഇടാൻ വേണ്ടിയിട്ടുള്ള തുറമുഖങ്ങൾ. അതുപോലെ അവിടുന്നാണ് എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതൊക്കെ അവിടുന്നാണ്. സാധനങ്ങൾ കയറ്റി വെക്കുന്നതും ഇറക്കുന്നതൊക്കെ പോർട്സിലാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള മേജർ പോർട്സ് ആണ് ഏതൊക്കെ? ദ മേജർ പോർട്സ് ആർ കണ്ട്ല, മുംബൈ, മെർമാഗോ, മാംഗ്ലൂർ ആൻഡ് കൊച്ചി ഓൺ ദ വെസ്റ്റ് കോസ്റ്റ്. പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലുള്ളതാണ് ഇതൊക്കെ? കണ്ട്ല, മുംബൈ, മെർമാഗോ, മാംഗ്ലൂർ, കൊച്ചി. ആൻഡ് ഈസ്റ്റ് കോസ്റ്റിലാണെങ്കിലോ, കിഴക്കൻ തീരപ്രദേശങ്ങളിലാണെങ്കിലോ ടൂട്ടിക്കോറിൻ, ചെന്നൈ, വിശാഖപട്ടണം, പാരാദീപ് ആൻഡ് ഹൽദിയ ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ്. Okay, these ports are administered by Port Trust of the central government. Minor ports are also located at various points and are governed by state governments. Our major ports in ഇന്ത്യയിലുള്ള മേജർ പോർട്സ് ഒക്കെ വലിയ വലിയ തുറമുഖങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലും, അതുപോലെ മൈനർ പോർട്സ് ചെറിയ ചെറിയ തുറമുഖങ്ങളാണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ കീഴിലുമാണ് ഉള്ളത്. Okay, so different types of ships like cargo, trawlers and ocean liners are built in India and used for purposes like fishing, tourism and for carrying freight and passengers. Okay, അപ്പം ഇന്ത്യയിലെ എല്ലാ തരം, അതായത് സാധനങ്ങൾ കയറ്റിയേക്കുന്ന ഷിപ്സും ഉണ്ട്, സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഷിപ്സ്, കാർഗോ ഷിപ്സും ഉണ്ട്, അതുപോലെ തന്നെ പാസഞ്ചർ ഷിപ്സും ഉണ്ട്. ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് നമ്മളെ വാട്ടർ വേസിൽ പഠിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് എയർവേസ്. എയർവേസ്, ഓക്കെ, എയർവേസ് മീൻസ് എയർ ട്രാൻസ്പോർട്ട്, നമ്മളുടെ വ്യോമഗതാഗതം അല്ലെ. These days, many people prefer to travel by air as it is the fastest mode of transport. We can fly across high mountains where it is very difficult to lay roads or railways. Most of the nations in the world have their own national and international airlines. സോ നമ്മളുടെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ കൂടുതൽ എന്ത് എയർ ട്രാൻസ്പോർട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. റോഡ് ട്രാൻസ്പോർട്ടിനെക്കാളും റെയിൽ ട്രാൻസ്പോർട്ടിനെക്കാളും നമുക്ക് കൂടുതൽ, വാട്ടർ ട്രാൻസ്പോർട്ടിനെക്കാളും നമുക്ക് കൂടുതൽ പെട്ടെന്ന് എത്താൻ പറ്റുന്നത് എന്ത്? എയർവേസ് എന്ന് പറയുന്നത്. സോ എയർവേസ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. സോ മെനി പീപ്പിൾ പ്രിഫർ ടു ട്രാവൽ ബൈ എയർ. അതുപോലെ വലിയ വലിയ മൗണ്ടൻസിന്റെ മേലെ കൂടെ ആയാലും റോഡ്സ് ഒക്കെ നിർമ്മിക്കാൻ, റോഡ്സും റെയിൽവേസ് ഒക്കെ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലൈ ചെയ്ത് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും അല്ലെ. മോസ്റ്റ് ഓഫ് ദ നേഷൻസ് ഇൻ ദ വേൾഡ് ഹാവ് ദെയർ ഓൺ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എയർലൈൻസ്. ഒരുവിധം എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ഫ്ലൈറ്റ്സ് ഉണ്ട്. Air India is the national flag carrier of our country, which provides both passenger and cargo services all over the world. അപ്പൊ ഇന്ത്യന്റെ തന്നെ ഒരു എയർലൈൻ ആണ് ഇത് എയർ ഇന്ത്യ അല്ലെ. അതിൽ പാസഞ്ചർ ഫ്ലൈറ്റും ഉണ്ട്, അതുപോലെ കാർഗോ സർവീസസും ഉണ്ട്. ഓക്കെ, സാധനങ്ങൾ കയറ്റി അയക്കുന്നതുകൊണ്ട്, അതുപോലെ പാസഞ്ചേഴ്സ് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഫ്ലൈറ്റ്സും. There are private airlines like Jet Airways, Indigo, SpiceJet, GoAir, etc., which also operate domestic and international flights. So other airlines are in India are Jet Airways, Indigo, SpiceJet, GoAir. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് 2-3 എയർലൈൻസിന്റെ പേര് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാകണം. എയർ ഇന്ത്യ, ജെറ്റ് എയർവേസ്, ഇൻഡിഗോ, സ്പൈസ്ജെറ്റ്, GoAir. ഇതൊക്കെ ഇന്ത്യയിലെ ഫ്ലൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഡൊമസ്റ്റിക് പേർപ്പസ്, ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഉണ്ട്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യനുള്ളിൽ തന്നെ സഞ്ചരിക്കുക, അതായത് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്സ് ആണ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ആണെങ്കിലോ വേറെ രാജ്യത്തേക്ക് പോകുന്ന ഫ്ലൈറ്റ്സ് ആണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ്. There are more than 20 international flights, 20 international airports in India, and the most important of them are in Delhi, Mumbai, Chennai, Kolkata and Bangalore. ഇന്ത്യയിലുള്ള
മെയിൻ ആയിട്ടുള്ള എയർപോർട്ട്സ് ആണ്. ഇന്ത്യയിൽ 20 ഇന്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയർപോർട്ട്സ് ആണ് ഏതൊക്കെ? ഡൽഹി എയർപോർട്ട്, അതുപോലെ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ആൻഡ് ബംഗളൂരു. ബംഗളൂരു മീൻസ് ബാംഗ്ലൂർ. We can go to different parts of the world from these airports. Airways help us to receive and send goods to far off places within a short time. They also carry mails. Okay, അതുപോലെ സാധനങ്ങളൊക്കെ എന്താ പെട്ടെന്ന് എത്തിക്കാൻ, ഇപ്പൊ നമുക്ക് വേറൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് സാധനങ്ങൾ അയക്കണമെങ്കിൽ എയർവേസ് നമ്മള് പെട്ടെന്ന് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെയിൽസ്, കത്തുകളൊക്കെ എയർവേസ് വഴിയാണ് അയക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇത്ര നേരം എന്താ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായത്. അതായത് റോഡ് വേസ്, റെയിൽവേസ്, വാട്ടർവേസ്, എയർവേസ്, ഇതിനൊക്കെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഹെൽപ്സ് പീപ്പിൾ ടു മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, അല്ലെ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. പകരം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാലോ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് carries our thoughts and messages to every corner of the world at an unimaginable speed. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ എന്താണ് ഒരു സന്ദേശം, ഒരു മെസ്സേജ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു ഡിസ്ട്രിക്റ്റിലുള്ള, അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലുള്ള ആരായാലും നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ, അല്ലെ? നമുക്കൊരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ പറ്റും, അല്ലെ? ട്രാൻസ്പോർട്ടിന് നമുക്ക് കുറച്ചും കൂടി സമയം എടുക്കും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. പകരം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ നമുക്കിപ്പോ വീട്ടിൽ നിന്ന് തന്നെ എന്താ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. The communication network system today has made the world look so small. അതായത് നമ്മളുടെ ലോകം മൊത്തം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെയാണെന്ത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ വളർച്ച, ഡെവലപ്മെന്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്, അല്ലെ? നമുക്ക് മറ്റൊരു രാജ്യത്തുള്ള ആളെ നമുക്ക് എന്ത് വീഡിയോ കോളിൽ കൂടെ കണ്ടിട്ടൊക്കെ സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. Okay, so postal service, first one is postal service. നമ്മൾ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണെന്ത് പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്നത്. പോസ്റ്റൽ സർവീസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ്. Okay, postal service was introduced in India during the period of the British Viceroy Dalhousie in 1854. 1854 ബ്രിട്ടീഷ് വൈസ്രോയ് ആയിരുന്ന ഡൽഹൌസി ആണെന്ത് പോസ്റ്റൽ സർവീസ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. Okay, a post office is a facility for the public to buy inland letters, postcards, postal stamps and envelopes for mailing letters or for sending parcels. നമ്മൾക്ക് മറ്റൊരാൾക്ക് കത്തയക്കണമെങ്കിലോ അല്ലെങ്കിൽ പാർസൽ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പോസ്റ്റ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെ? It receives and a post office also picks and delivers letters or parcel. We can send money through a post office. It receives and distributes thousands of letters and cards every day. There is a network of post office all over the world. Appo പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്കിപ്പോൾ ലെറ്റേഴ്സ് അയക്കണമെങ്കിൽ, അതുപോലെ നമുക്ക് പാർസൽസ് അയക്കണമെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് മണി ഓർഡർ, ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള ന്യൂ ടെക്നോളജി ഉണ്ട്. പെട്ടെന്ന് തന്നെ ഫോണിൽ, മൊബൈൽ ഫോണിൽ കൂടി തന്നെ പൈസ അയക്കാൻ വേണ്ടി പറ്റും. പക്ഷെ പണ്ട് കാലത്ത് എങ്ങനെയാണ് ആൾക്കാർ, ഇപ്പൊ വേറെ ദേശത്തുള്ള ആൾക്കാർക്ക് പൈസ അയക്കണമെങ്കിൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? മണി ഓർഡർ അയക്കും പോസ്റ്റ് ഓഫീസ് മുഖേന. Okay, and postcards and inland letters are commonly used to send personal messages. അപ്പൊ നമുക്ക് പേഴ്സണൽ ആയിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പണ്ട് പോസ്റ്റ് കാർഡ്സും ഇൻലൻഡ്സ് ഒക്കെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങി അതിലാണ് എന്ത് നമുക്ക് എഴുതാനുള്ള ലെറ്റർ എഴുതിയിട്ട് അത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ, പോസ്റ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവരത് കളക്ട് ചെയ്ത് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് എത്തിക്കും.
Okay, and we use Telegram to send short and urgent messages quickly. അതുപോലെ തന്നെ പെട്ടെന്ന് പറയേണ്ട ഒരു മെസ്സേജ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ടെലിഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അതെന്താ, നമ്മൾ ഷോർട്ട് ആയിട്ട് അതിൽ മെസ്സേജസ് അയക്കാൻ വേണ്ടി പറ്റും. ഷോർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ഒരു ഏർജന്റ് കാര്യം പറയണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ആണ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് വി യൂസ് എയറോഗ്രാംസ് ടു സെൻഡ് മെസ്സേജസ് എബ്രോഡ്. വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ, പെട്ടെന്ന് ഒരു അർജന്റ് മാറ്റർ പാസ് ചെയ്യണമെങ്കിൽ എയറോഗ്രാംസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് കൊറിയർ സർവീസസ്. അതുപോലെ നമുക്ക് പാർസൽ അയക്കണമെങ്കിൽ, എന്തെങ്കിലും സാധനം വേറൊരാൾക്ക് അയക്കണമെങ്കിൽ, വേറൊരു സ്ഥലത്തേക്ക് അയക്കണമെങ്കിൽ നമ്മൾ കൊറിയർ സർവീസിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലെ. അത് പ്രൈവറ്റ് ആയിട്ടും ഉണ്ട്, അതുപോലെ ഗവൺമെന്റിന്റെ ഇതുണ്ട്. അപ്പൊ നമ്മളുടെ പോസ്റ്റ് ഓഫീസ് ഓൾസോ ഓഫേഴ്സ് കൊറിയർ സർവീസ്. നമ്മളുടെ പോസ്റ്റ് ഓഫീസ് ഓഫർ ചെയ്യുന്ന കൊറിയർ സർവീസിനെ എന്ത് പറയുന്നത്? സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പോസ്റ്റ് ഓഫീസ് ഓൾസോ യൂസ് കൊറിയർ ഓഫേഴ്സ് കൊറിയർ സർവീസ്. അപ്പൊ പോസ്റ്റ് ഓഫീസിലെ കൊറിയർ സർവീസിനെ എന്ത് പറയുന്നത്? സ്പീഡ് സർവീസ്. കൊറിയർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ പാർസൽസും ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് പ്ലാറ്റ്ഫോമാണ് ഇത് കൊറിയർ സർവീസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ടെലിഫോൺ. ടെലിഫോൺ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ടെലിഫോൺ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മീഡിയം ദാറ്റ് ഹാസ് ബ്രോട്ട് അബൌട്ട് എ റെവല്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ്. അപ്പൊ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ടെലിഫോൺ. നമുക്കിപ്പോ ഒരു മെസ്സേജ് പെട്ടെന്ന് ഒരാൾക്ക് പാസ് ചെയ്യണം, നമുക്ക് പോസ്റ്റ് ഓഫീസിലാണ് നമ്മൾ ലെറ്റേഴ്സ് ആണ് അയക്കുന്നെങ്കിൽ എന്താ, കുറെ സമയം എടുക്കും അല്ലെ. പകരം ടെലിഫോൺ ആവുമ്പോഴോ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്പർ ഡയൽ ചെയ്ത് പെട്ടെന്ന് തന്നെ വിളിച്ച് പറയാൻ വേണ്ടി പറ്റും അല്ലെ. ആൻഡ് ഓറൽ മെസ്സേജസ് ക്യാൻ ബി കൺവേഡ് ആൻഡ് റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി ത്രൂ ടെലിഫോൺസ് അല്ലെ. അതുപോലെ നമുക്ക് ഓറൽ മെസ്സേജസ് നമ്മൾ സാധാരണ വർത്താനം പറഞ്ഞ് നമുക്ക് മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദേ ക്യാരി വോയിസസ് ഓവർ വാസ്റ്റ് ഡിസ്റ്റൻസസ്. അപ്പൊ എത്ര ദൂരെയുള്ള ആളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെലിഫോണ് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് അല്ലെ. STD calls എന്താ? STD subscribers trunk dialing is a facility for people to call long distances. നമ്മളുടെ ഇന്ത്യയിൽ തന്നെയുള്ള ആൾക്കാരെ വിളിക്കണമെങ്കിൽ നമ്മൾ STD calls ആണ് യൂസ് ചെയ്യുന്നത്. പകരം ഇന്റർനാഷണൽ കോൾസ് ആണെങ്കിലോ, രാജ്യത്തിന് പുറത്ത് വേറെ രാജ്യത്തേക്ക് ആണ് നമ്മൾ വിളിക്കുന്നെങ്കിലോ, അത് ISD കോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇന്റർനാഷണൽ സബ്സ്ക്രൈബർ ഡയലിംഗ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മൊബൈൽ ഫോൺസ് ഉണ്ട് അല്ലെ. മൊബൈൽ ഫോൺസ് എന്ന് പറഞ്ഞാൽ ടെലിഫോണിനെക്കാളും അഡ്വാൻസ്ഡ് ആണ്. അതായത് നമുക്ക് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു ടോക്ക് വൈൽ ഓൺ ദ മൂവ്. നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. നമുക്ക് വീടിനുള്ളിൽ തന്നെയാണെങ്കിൽ, ടെലിഫോൺ ആണെങ്കിൽ നമുക്ക് വീടിനുള്ളിൽ തന്നെയാണെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. പക്ഷെ മൊബൈൽ ഫോൺ ആണെങ്കിലോ നമുക്ക് എവിടെ നടന്നുകൊണ്ടും സംസാരിക്കാം. ദ പോലീസ് ആൻഡ് ആർമി യൂസ് വയർലെസ് ഫോൺസ്. ഇപ്പൊ പോലീസ് ആൻഡ് ആർമി ഫോഴ്സസ് ഒക്കെ വയർലെസ് ഫോൺസ് ആണ് അവര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫാക്സ് മെഷീൻ. ഫാക്സ് മെഷീൻ ആണെങ്കിലോ, ഫാക്സ് മെഷീൻ ഈസ് യൂസ് ടു സെൻഡ് പിക്ചേഴ്സ് ത്രൂ ടെലിഫോൺ വയർസ്. ടെലിഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ് ഫാക്സ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമെയിലും ഇന്റർനെറ്റും ഒക്കെ കൂടുതൽ പ്രചാരത്തിൽ വരുന്നതിന് മുന്നേ ഫാക്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പിക്ചേഴ്സ് ഒക്കെ അയക്കാനും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. Next is internet. All of us use computers almost every day. Internet is a fast growing form of communication today. Messages can be sent by email and information in the form of pictures, sound and video can be found on the World Wide Web. We can also send invitation greeting cards through email. അപ്പോൾ നമ്മളെല്ലാവരും കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഫോണിലും, ഇന്നത്തെ കാലത്ത് ഫോണിലും നമുക്ക് ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്. ഫോണിൽ ഇന്റർനെറ്റ്, ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെ വരുന്നതിന് മുന്നേ എന്താ, കമ്പ്യൂട്ടേഴ്സിൽ കൂടെ ആയിരുന്നു നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇമെയില് ഒക്കെ ഇപ്പൊ ഫോട്ടോസ് ഒക്കെ അയക്കണമെങ്കിൽ, പിക്ചേഴ്സ് ഒക്കെ അയക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു മെസ്സേജസ് ഒക്കെ പാസ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇമെയിലിൽ കൂടിയാണ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതുപോലെ വീഡിയോ ക്യാൻ ബി ഫൗണ്ട്, വീഡിയോസും ഒക്കെ എന്താ, വേൾഡ് വൈഡ് വെബ്, WWW നമ്മൾ കാണാറില്ലേ, അതാണ് വേൾഡ് വൈഡ് വെബ്.
വീഡിയോസ് ഒക്കെ കിട്ടും, അതുപോലെ വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യാം. ആൻഡ് ഓൾസോ വി ക്യാൻ സെൻഡ് ഇൻവിറ്റേഷൻസും ഗ്രീറ്റിംഗ് കാർഡ്സും ഒക്കെ നമ്മൾ ഇമെയിലിൽ കൂടെ സെൻഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റേഴ്സ്, ടെലിഗ്രാംസ് ആൻഡ് ടെലിഫോൺസ് ആർ യൂസ്ഡ് ഫോർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. Newspapers, radios, televisions and cinema reach a lot of people at same time. They are means of mass communication. അപ്പം ഒരു ലെറ്റേഴ്സ് ആയാലും ടെലിഗ്രാംസ് ആയാലും ടെലിഫോൺസ് ആയാലും നമ്മൾ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് വേറൊരാളോടുമായി സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ് നമ്മൾ പോസ്റ്റൽ സർവീസ് ആയാലും ടെലിഫോൺസ് ആയാലും യൂസ് ചെയ്യുന്നത്. പകരം മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് റീച്ച് എ ലോട്ട് ഓഫ് പീപ്പിൾ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം ഒരുപാട് ആൾക്കാരുടെ അടുത്തേക്ക് ഒന്നിച്ചെത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മോഡാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂസ് പേപ്പേഴ്സ് അല്ലെ, ന്യൂസ് പേപ്പേഴ്സിലെ ന്യൂസ് നമുക്ക് ലോകം മൊത്തം അല്ലെങ്കിൽ എന്താണ് എല്ലാ ജനങ്ങളിലും ഒരുപോലെ എത്തുന്നുണ്ട്. അതുപോലെ റേഡിയോസ്, ടെലിവിഷൻസ്, സിനിമ, ഇതൊക്കെയാണ് എന്ത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതില് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് വരുന്നതായത് ന്യൂസ് പേപ്പേഴ്സ്. Newspapers are published in many languages. They give us information about sports, politics, business, and entertainment. Magazines are published for a special group of readers. Some of us read articles on sports, some on films, some on group of readers. Some of us read articles on sport. അപ്പോൾ ന്യൂസ്പേപ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജസിലും എന്തുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് അല്ലെ. ദേ ഗിവ് us ഇൻഫർമേഷൻ അബൌട്ട് സ്പോർട്സ്. ന്യൂസ് പേപ്പറിൽ നമുക്ക് ഏതിന്റെ വാർത്ത വേണമെങ്കിലും ഉണ്ട് അല്ലെ. സ്പോർട്സിനെ കുറിച്ചിട്ടുള്ള വാർത്തയുണ്ട്, രാഷ്ട്രീയം, പൊളിറ്റിക്സ്, അതുപോലെ ബിസിനസ്, വ്യവസായം, പിന്നെ എന്റർടൈൻമെന്റ് അല്ലെ. എന്റർടൈൻമെന്റ് അത് എല്ലാറ്റിനെ കുറിച്ചിട്ടുള്ള ന്യൂസസും നമുക്ക് എവിടുന്ന് കിട്ടുന്നുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് മാഗസീൻസ് ഓൾസോ പബ്ലിഷ്ഡ് ഫോർ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് റീഡേഴ്സ്. പലതരം മാഗസീൻസ് അല്ലെ, ആഴ്ചപ്പതിപ്പും ഇതൊക്കെ എന്താണ് മാഗസീൻസ് ഒക്കെ എന്താണ് ന്യൂസ് പേപ്പേഴ്സിന്റെ കൂടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിലത് ഗ്രൂപ്പ് ഓഫ് റീഡേഴ്സ് എന്ന് പറയുന്നത് ചിലത് സ്പോർട്സ് മാഗസീൻ ആയിരിക്കും, ചിലത് വിമന്റെ മാഗസീൻസ് ആയിരിക്കും, വനിതാ മാസികകളായിരിക്കും, അല്ലെങ്കിൽ ചിലത് എന്താ ബ്യൂട്ടി ഇതിനെ കുറിച്ചിട്ടുള്ള മാഗസീൻസ് ആയിരിക്കും, ചിലത് സിനിമ ബേസ്ഡ് മാഗസീൻസ് ആയിരിക്കും. അപ്പോൾ ഓരോന്ന് താല്പര്യമുള്ള ആൾക്കാർ അത് നോക്കി വാങ്ങിക്കും, വായിക്കും. Some of us read articles on sports, some on films and some on health. അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള മാഗസീൻസ് ആയിരിക്കും. മാഗസീൻസ് ആർ യൂഷ്വലി പബ്ലിഷ് വീക്ക്ലി, ഫോർട്ട്നൈറ്റ്ലി ആൻഡ് മന്ത്ലി അല്ലെ. അപ്പോൾ ആഴ്ചയിലോ മാസത്തിലും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് മാഗസീൻസ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് റേഡിയോ, ടെലിവിഷൻ ആൻഡ് സിനിമ. അടുത്ത മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് റേഡിയോ, ടെലിവിഷൻ, സിനിമ എന്ന് പറയുന്നത്. People listen to news, music and sports commentaries on the radio. Akashvani or All India Radio is our national radio network. There are several radio stations that relay programs in many languages. Nearly every house in India has a radio. Now private FM radios are becoming quite popular. ഓക്കെ, അപ്പോൾ നമ്മള് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോയിലാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് ന്യൂസ് കേൾക്കാൻ വേണ്ടി പറ്റും, പാട്ട് കേൾക്കാൻ വേണ്ടി പറ്റും, സ്പോർട്സ് കമന്ററീസ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ റേഡിയോ ആണ് ഇത് ആകാശവാണി. ഓക്കെ, ആകാശവാണി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ, ദാറ്റ് ഈസ് അവർ നാഷണൽ റേഡിയോ നെറ്റ്വർക്ക്. അത് കൂടാണ്ട് ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് റേഡിയോസും FM റേഡിയോസ് ഒരുപാട് ഉണ്ടല്ലേ എല്ലാ ലാംഗ്വേജസിലും. ഇന്ത്യയിൽ ഇപ്പൊ പല സ്റ്റേറ്റ്സിലും ഓരോ സ്റ്റേറ്റിലും ഓരോ ഭാഷയാണ്. അപ്പൊ എല്ലാ ലാംഗ്വേജസിലും എന്തുണ്ട്, FM സ്റ്റേഷൻസ്, FM റേഡിയോസ് ഉണ്ട്. Television is more popular than radio. Doordarshan is our national television channel. People watch live telecasts of important events on the television.
Private cable networks provide us with a variety of programs. Cinema is the most popular source of entertainment for people the world over. So, റേഡിയോനെക്കാളും ആൾക്കാരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് ടെലിവിഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് റേഡിയോയിലാകുമ്പോൾ നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റൂല, കേൾക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ. പകരം ടെലിവിഷൻ ആകുമ്പോഴോ നമുക്ക് വീഡിയോസ് കണ്ടുകൊണ്ട് അല്ലെ, ന്യൂസ് ഒക്കെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും, സ്പോർട്സ് ആയാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും, സിനിമ ഒക്കെ ന്യൂസ് ഒക്കെ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളുടെ ഇന്ത്യന്റെ നാഷണൽ ടെലിവിഷൻ ചാനലാണ് ഇത് ദൂരദർശൻ. ഓക്കെ, നമ്മളുടെ ഗവൺമെന്റിന്റെ, ഇന്ത്യ ഗവൺമെന്റ് ടെലിവിഷൻ ചാനലാണ് ദൂരദർശൻ. ആൻഡ് ഇപ്പോ ഒരുപാട് പ്രൈവറ്റ് കേബിൾ TV നെറ്റ്വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് വേറെയും ചാനൽസ് ഉണ്ട് അല്ലെ. സിനിമ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് ഫോർ പീപ്പിൾ ദ വേൾഡ് ഓവർ. അതുപോലെ സിനിമ എന്ന് പറയുന്നത് ലോകം മൊത്തമുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യിക്കുന്ന അല്ലെ ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലർ സോഴ്സ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ആൾക്കാരെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു ഇതാണ് എന്ത്, സിനിമ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ഉപഗ്രഹങ്ങൾ അല്ലെ. We source information on weather, mineral deposits and so on through satellites. അപ്പൊ നമുക്ക് ഇൻഫർമേഷൻ, നമുക്ക് കാലാവസ്ഥയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും അതുപോലെ മിനറൽ ഡിപ്പോസിറ്റ്സ്, ധാതുക്കൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മളുടെ സാറ്റലൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മെട്രോസാറ്റ്, OceanSat and Cartosat have been launched in space by our country to transmit a variety of information. അപ്പൊ നമ്മളുടെ കൺട്രി സെൻഡ് ചെയ്തിട്ടുള്ള, ലോഞ്ച് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ്സ് ആണ് ഇതൊക്കെ, മെട്രോസാറ്റ്, ഓഷ്യൻസാറ്റ് ആൻഡ് കാർട്ടോസാറ്റ്. അപ്പോ ഈ സാറ്റലൈറ്റ്സ് നമുക്ക് വേണ്ട ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. അതുപോലെ റേഡിയോ സിഗ്നൽസും TV സിഗ്നൽസും എല്ലായിടത്തും ഒരുപോലെ കിട്ടുന്നത് ഏതിന്റെ ഹെൽപ്പ് കൊണ്ടാണ്? ഈ സാറ്റലൈറ്റ്സിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. ഓക്കെ, സോ മെട്രോസാറ്റ്, ഓഷ്യൻസാറ്റ്, കാർട്ടോസാറ്റ്, അത് മൂന്നും നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അത് നമ്മളുടെ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയാണെന്ത് നമ്മളുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ.